ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സ്റ്റോൺസ് എന്നാണ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ നാച്ചുറലി ഒക്കറിങ് ബിൽഡിംഗ് മെറ്റീരിയൽ ഫ്രം റോക്സ്. അപ്പോൾ എന്താണ് ഇത്? റോക്സിൽ നിന്നുണ്ടാകുന്ന നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ റോക്സ് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജിയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ എന്ന് ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്ക് ജിയോളജിക്കലാണ്. ബേസ്ഡ് ഓൺ ഒറിജിൻ അനുസരിച്ചാണ് നമ്മൾ ജിയോളജിക്കലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇഗ്നീഷ്യസ്, സെഡിമെൻ്ററി, മെറ്റാമോർഫിക്. അപ്പോൾ ജിയോളജിക്കലിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇഗ്നീഷ്യസ്, സെഡിമെൻ്ററി, മെറ്റാമോർഫിക്. അതിൽ നമുക്ക് ഫസ്റ്റ് വൺ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൽ എന്താണ്? ഫസ്റ്റ് വണ്ണാണ് ഇഗ്നീഷ്യസ് റോക്സ്. ഇനി ഈ ഇഗ്നീഷ്യസ് റോക്സ് 3 ടൈപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദ റോക്സ് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ. ഈ മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്തുണ്ടാകുന്ന റോക്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇഗ്നീഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നീഷ്യസ് റോക്സ് 3 ടൈപ്പ് ഉണ്ട്. അതാണ് പ്ലൂട്ടോണിക്, ഹൈപ്പോബൈസൽ, വോൾക്കാനിക്. 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്ലൂട്ടോണിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ റോക്സ് ഫോംഡ് ബൈ cooling molten magma at a considerable depth from the earth surface. അപ്പോൾ എന്താണ് ഇതും? എന്താണ്? മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്തിട്ടുണ്ടാകുന്ന റോക്സ് ആണ്. പക്ഷെ എന്താണ്? എവിടെ നിന്നാണ്? അറ്റ് എ കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസിൽ നിന്നൊരു കൺസിഡറബിൾ ഡെപ്ത് മാറിയാണ് ഈ പ്ലൂട്ടോണിക് ഉണ്ടാകുന്ന പ്ലൂട്ടോണിക് റോക്സ്. അപ്പം ഇതിൻ്റെ എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉണ്ട്. അതാണ് സിന്തറ്റൈറ്റ്, ഗാബ്രോ, ഡയോമൈറ്റ്, ഡൈക്ക്, സിൽ, ലാക്കോളിറ്റ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്ത് നമുക്ക് ഹൈപ്പോബൈസ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോസ് ഗ്രേഡ് റോക്സ് എല്ലാം ഉണ്ടാകുന്ന പ്ലൂട്ടോണിക്കിൽ വെച്ചാണ്. ഇനി അടുത്ത് ഹൈപ്പോബൈസൽ, കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ അറ്റ് ഷാലോ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ നിന്നൊരു ഷാലോ ഡെപ്ത് മാറിയിട്ടാണ് മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ഹൈപ്പോബൈസൽ. എക്സാമ്പിൾ ഡോളറൈറ്റ്. അതിന് ഡോളറൈറ്റ് മാത്രം. ഇനി അടുത്ത് വോൾക്കാനിക്, കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മ അറ്റ് എർത്ത് സർഫസ്. എർത്ത് സർഫസിലുണ്ടാവുന്ന മോൾട്ടൺ മാഗ്മ കൂടെ ഉണ്ടാവുന്ന സ്റ്റോൺ റോക്സാണ് എന്ത്? വോൾക്കാനിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എക്സ്ട്രീമിലി ഇതെന്തായിരിക്കും? ഫൈൻ ഗ്രൈൻഡ് റോക്സ് ആയിരിക്കും. എക്സാമ്പിൾ ബസാൾട്ട്, ട്രാപ്പ്. വേറെ എക്സാമ്പിൾസ് ഒബ്സീഡിയൻ, പിമൈസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇഗ്നീഷ്യസ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: പ്ലൂട്ടോണിക്, ഹൈപ്പോബൈസൽ, വോൾക്കാനിക്. പ്ലൂട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോസ് ഗ്രൈൻഡ് ആയിട്ടുള്ള റോക്സാണ് അവിടെ ഉണ്ടാകുന്നത്, അതായത് അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസും. ഹൈപ്പോബൈസൽ ഫൈൻ ഗ്രൈൻഡ് റോക്സ് ആയിരിക്കും, ഷാലോ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസിൽ നിന്നായിരിക്കും ഉണ്ടാകുന്ന. വോൾക്കാനിക് എന്ന് പറഞ്ഞാൽ അറ്റ് എർത്ത് സർഫസിൽ ഉണ്ടാകുന്നതാണ്. ഇത് എക്സ്ട്രീംലി ഫൈൻ ഗ്രൈൻഡ് റോക്സ് ആയിരിക്കും. ഇനി ഇഗ്നീഷ്യസ് റോക്സ് നമ്മൾ എക്സ്ട്രൂസീവും ഇൻട്രൂസീവും എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിൽ ഇൻട്രൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോക്സ് ഫോംഡ് ഇൻസൈഡ് ദ എർത്ത് സർഫസിൻ്റെ